ഒരു ഷേക്സ്പിയർ പണ്ഡിതന് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടൊരു പുതിയ കവിത ഷെല്ലിയുടെയോ കീറ്റ്സിൻ്റെ ഭാഷയിലോ കുമാരനാശാൻ്റെയോ വയലാറിൻ്റെയോ ഒക്കെ ഭാഷയിലോ നമുക്ക് എഴുതി തരാൻ സാധിക്കുന്ന രീതിയിലേക്ക് ജനറേറ്റീവ് AI വന്നു എന്നുള്ളതാണ്. ഒരു നിർമ്മിത ബുദ്ധി AIയും മനുഷ്യൻ്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ്റെ ബുദ്ധിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റ്യൂറ്റീവ്നെസ് കൂടെ ഉണ്ട്. മനുഷ്യൻ ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. സോ സംതിങ് ദാറ്റ് വി തോട്ട് ഓൺലി എ ഹ്യൂമൻ മൈൻഡ് ക്യാൻ പ്രോസസ്, അതിപ്പോൾ ഒരു സിസ്റ്റത്തിന്, ഒരു പ്രോഗ്രാമിന്, സോഫ്റ്റ്വെയറിന് സാധിച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പം AI നമുക്ക് യൂസ് ചെയ്യാം, ഗ്ലോറിഫൈ ചെയ്യാവുന്നതൊന്നാണെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഈ സഭ AI എങ്ങനെയാണ് കാണുന്നത്? എംപത്തറ്റിക് അല്ല, സിമ്പത്തറ്റിക് അല്ല എന്നുള്ള ഒരു ഇമോഷണൽ കണ്ടന്റുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും AI സ്മാർട്ടറാന്ന് പറയാൻ പറ്റത്തില്ല, മനുഷ്യനേക്കാളും ക്ലെവർ ആണെന്ന്. AI സ്മാർട്ടാക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും AI സ്മാർട്ടാണെന്നല്ല പറയേണ്ടത്, AI സ്മാർട്ടാക്കിയ മനുഷ്യരുടെ സ്മാർട്ട്നെസ്സിനാണ് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. നമസ്കാരം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഫോണിൽ സെർച്ച് ചെയ്യുന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ആഡായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്? യെസ്, അത് AI അൽഗോരിതാണ്. വളരെ കൗതുകവും എന്നാൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വിഷയമാണ് AI. നമുക്കിന്ന് ചർച്ച ചെയ്യാം AIയുടെ സാധ്യതകളും വെല്ലുവിളികളും. ഇന്ന് നമ്മോടൊപ്പം ചർച്ചയിലായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ വൈദികനും തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മലയാളത്തിൽ AIയുടെ സഹായത്തോടെ നസ്രയാൻ എന്ന പുസ്തകം എഴുതിയ ആദ്യ ഗ്രന്ഥകർത്താവും AI ടൂൾസിൻ്റെ ഇൻ്റർനാഷണൽ ട്രെയിനറും അതിലുപരി ധ്യാനഗുരുവുമായ റെവറൻഡ് ഫാദർ സാബു തോമസ് ആണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ ഏകദേശം ഒരു 300 വർക്ക്ഷോപ്സെങ്കിലും AI പ്രമാണിച്ച് AI ടൂൾസിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ എന്തുകൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് വരാൻ കാരണം? അച്ഛൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, ഓക്കെ ഇനി ഒരു AIയുടെ അധിനിവേശമാണ് ലോകത്തിൽ, അപ്പോൾ AI സ്കിൽസ് മനുഷ്യർക്ക് അറിവില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പാടാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലാണോ അച്ഛൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കാരണം? ഞാൻ തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗത്തിലാണ് അധ്യാപകനായിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷമായി ഞാനവിടെ പഠിപ്പിക്കുന്നു. ബേസിക്കലി ഞാൻ അതിന് പുറമെ ഒരു ടീച്ചർ ട്രെയിനറാണ്. ടീച്ചർ മോട്ടിവേഷണൽ ട്രെയിനിങ്, അതുപോലെ യൂത്തിന് ട്രെയിനിങ്, കുട്ടികൾക്ക് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ലൈഫ് കോച്ചിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ എൻ്റെ ആവേശവും എനിക്കിഷ്ടപ്പെട്ട ഫീൽഡും. അപ്പോൾ അത്തരത്തിൽ 2023 മെയ് മാസം പാലായിലുള്ള ഏതാണ്ട് ഒരു 1000-ഓളം ടീച്ചേഴ്സിന് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിനിടയ്ക്ക് ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ എത്ര പേർക്ക് AI ടൂൾസ് അറിയാം? അപ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ChatGPT ആയിരുന്നു, ഗൂഗിൾ ബാർഡ് അല്ലെങ്കിൽ ജെമിനി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ChatGPT 2022 നവംബറിലാണ് വന്നത്. അപ്പോൾ ഏതാണ്ട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഏതാണ്ട് 4-5 മാസമായിട്ട് ChatGPT ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്തുമാത്രം ഉപകാരപ്രദമാണ് ടീച്ചേഴ്സിന് എന്ന് ഞാനത് ആ നാളുകളിൽ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് 1000 ടീച്ചർമാരുടെ അകത്ത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഞങ്ങൾക്കിതറിയാം എന്ന് പറഞ്ഞ് കൈപൊക്കിയത്. അപ്പോൾ അത് തിരിച്ച് വന്ന് എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ ആലോചിച്ചു, ഇത്രമാത്രം ഉപകാരപ്രദമായൊരു കാര്യം ടീച്ചേഴ്സിന് അവരിത് അറിയാതെ പോകുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് അവരിലേക്ക് എത്രയും വേഗം എത്തിക്കണം, അതവർക്ക് എന്തുമാത്രം ഉപകാരമാണ്. അപ്പോൾ അത്തരത്തിൽ എത്തിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യം ഒരു ഓൺലൈൻ ആയിട്ട് കുറച്ച് ടീച്ചേഴ്സിന് ഞാൻ ഈ ഒരു മേഖലയിൽ ട്രെയിനിങ് കൊടുത്തത്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അവരൊക്കെ അത് നല്ലതായിട്ട് തോന്നി. അപ്പോൾ അവർ പറഞ്ഞ് വേറെ ഗ്രൂപ്പുകൾ അറിഞ്ഞു. പിന്നെ ഓൺലൈനായത്, പിന്നെ ഓഫ്ലൈനായി, പിന്നെ മറ്റ് പല കോളേജുകളിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ 2-2.5 വർഷം കൊണ്ട് എനിക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും 300ഓളം വർക്ക്ഷോപ്പുകളിലായി ഏതാണ്ട് 85,000 ടീച്ചേഴ്സിനെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിനിങ്ങുകളിലൂടെയാണ് ആദ്യം എനിക്ക് ChatGPT മാത്രമേ അറിയുമുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെ ആളുകൾക്ക് ഇത് എത്തിക്കണമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ അത് ട്രെയിനിങ് കൊടുത്ത് അതിനുവേണ്ടി ഞാൻ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുത്ത് അങ്ങനെ ഇപ്പോൾ നിലവിൽ ഏതൊരു AI ടൂളിനെ കുറിച്ചും എന്ത് ചോദ്യങ്ങൾ ചോദിച്ചാലും അതിന് മറുപടി പറയാനുള്ള ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു എബിലിറ്റി ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ വേണ്ടി ഇടയായത്. അച്ഛൻ പറഞ്ഞു അങ്ങനെ സെമിനാറിന് പോയപ്പോഴാണ് പാല വെച്ചാണ് ഈ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അതിനു മുമ്പ് അച്ഛന് അറിയായിരുന്നോ കാര്യമായിട്ട്? അതിനു മുമ്പ് നമ്മൾ തന്നെ, എനിക്ക് ബേസിക്കായിട്ട് ഞാനൊരു
ടെക്കിയാണ്. അതിന് മുന്നേ ഞാൻ ഓൺലൈനായിട്ട് ടീച്ചർമാർക്ക് എങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ രസകരമായിട്ട് എടുക്കാം എന്നതിനെക്കുറിച്ച് കോവിഡ് കാലത്തൊക്കെ ഞാൻ ടീച്ചർമാർക്ക് ട്രെയിനിങ്ങുകൾ ഓൺലൈൻ കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ബേസിക്കലി ആ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു സ്കില്ല് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഈ AI ടൂളുകളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സ്കില്ലാക്കി ഡെവലപ്പ് ചെയ്ത് എടുത്തുന്നതാണ്. അച്ഛാ, ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ്, Gmap, പിന്നെ നമ്മുടെ AI ക്യാമറ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പരിചയം. നിർബന്ധിച്ച് സീറ്റ് ബെൽറ്റ് ഇടിപ്പിച്ചതും അതുപോലെ ഹെൽമെറ്റ് ഇടിപ്പിച്ച AI ക്യാമറ എന്ന് കേൾക്കുമ്പം തന്നെ ആൾക്കാർക്ക് ഭയങ്കര പരിചിത. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇതിലെല്ലാം നമുക്ക് AIനെ കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു നിർമ്മിത ബുദ്ധി AIയും മനുഷ്യൻ്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതേപോലെ തന്നെ ഈ AI എന്നുള്ള ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഉണ്ടായതാണോ അതോ നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നോ? ദീപ പറഞ്ഞതുപോലെ നമ്മൾ AI കുറിച്ച് നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ കേട്ടു തുടങ്ങിയത് ഒരുപക്ഷെ 2003 കാലഘട്ടത്തിൽ AI ക്യാമറകൾ നമ്മുടെ നിരത്തുകളിൽ വന്നു തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ അതുവരെ നമുക്ക് AI എന്നുള്ള അതിന് മുന്നേ തന്നെ AI ഉണ്ട്, പക്ഷേ എങ്കിലും നമ്മൾക്ക് പരിചിതമായത് ആ ഒരു സമയത്താണ്. അതായത് ഒരു റോഡിൽ നിന്നുകൊണ്ട് പോലീസുകാർ വണ്ടി ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവരിപ്പോൾ സ്പീഡ് ഡിറ്റക്ടർ വെച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ഒരു വ്യക്തി പോലീസിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ഒരു ഹൈവേ കൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളിൽ വളരെ ഒരു ചെറിയ ശതമാനം വാഹനങ്ങൾ മാത്രമേ കണ്ടുപിടിക്കാനും അപ്പോഴാണ് സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതേ സമയത്ത് നമ്മളവിടെ AI റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര വാഹനങ്ങൾ കടന്നു പോയാലും ആ ട്രെയിനിങ് അനുസരിച്ച്, AIക്ക് കൊടുത്ത ട്രെയിനിങ് അനുസരിച്ച് അതിനെ കണ്ടുപിടിക്കാനും പ്രോസസ്സ് ചെയ്യാനും, ആ ബിഗ് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് അതിൽ ആരാണ് സീറ്റ് ബെൽറ്റ് ഇടാത്തത്, മൊബൈൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സ്പീഡ് കൂടിയതെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ അത് നമ്മുടെയൊക്കെ വാർത്തകൾ നമ്മൾ അറിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ നിർമ്മിത ബുദ്ധി എന്നുള്ള വാക്ക് നമുക്ക് പരിചയമായി തുടങ്ങിയത്. അപ്പോൾ ദീപ ചോദിച്ചത് AIയുടെ ബുദ്ധിയും മനുഷ്യൻ്റെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഓക്കെ, AIയുടെ ബുദ്ധി എന്ന് പറയുന്നത് അത് അതിന് നമ്മൾ നൽകിയിരിക്കുന്ന ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ബുദ്ധിയാണ്. അപ്പോൾ അത് ഡാറ്റ പ്രോസസ്സിങ്, അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് അതിനെ എങ്ങനെ കമ്പയർ ചെയ്യുക, അനലൈസ് ചെയ്യുക, അത്തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് AI ചെയ്യുന്നത്. അത് മനുഷ്യൻ അതിനെ ട്രെയിൻ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ AIക്ക് നൽകിയിരിക്കുന്ന ഡാറ്റ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള പാറ്റേൺസിനെ അനലൈസ് ചെയ്ത് നമുക്കൊരു ആൻസർ തരിക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് AI എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കാലത്ത് മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മാത്രം ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യങ്ങൾ അതിന്ന് നമുക്കൊരു ഒരു കമ്പ്യൂട്ടറിനോ ഒരു സോഫ്റ്റ്വെയറിനോ ഒരു ആപ്ലിക്കേഷനോ ഒരു പ്രോഗ്രാമിനോ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ നമ്മളതിനെ വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് AI എന്ന് പറയുക. ഉദാഹരണത്തിന് പറഞ്ഞാൽ മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളിൽ, ഇപ്പോൾ മനുഷ്യൻ നമ്മൾ എവല്യൂഷൻ തിയറി പഠിക്കുമ്പോൾ പറയും മനുഷ്യന് തൊട്ട് താഴെ കുരങ്ങനാണ്, കുരങ്ങന്മാരിൽ തന്നെ ചിമ്പാൻസി എന്ന് പറയും. പക്ഷേ ചിമ്പാൻസിയും മനുഷ്യനും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പുണ്ട് കുറേ കാര്യങ്ങളിൽ. ചിമ്പാൻസിക്ക് ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ മനുഷ്യരുണ്ട്. അതിലൊരു കാര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ലാംഗ്വേജാണ്, ഭാഷയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി പോകുന്നു ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണമെങ്കിൽ അത് ആർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ? അതൊരു ഹ്യൂമൻ മൈൻഡിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഇനി എല്ലാ ഹ്യൂമൻ മൈൻഡിനും സാധിക്കത്തില്ല. സേ ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അതെല്ലാ ഹ്യൂമൻ മൈൻഡിനും സാധിക്കത്തില്ല. ആർക്ക് സാധിക്കത്തുള്ളൂ? രണ്ട് ലാംഗ്വേജിലും. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയിലേക്കാണെങ്കിൽ ഹിന്ദിയും ഇംഗ്ലീഷും ഒരുപോലെ അറിയുന്ന, അതിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹ്യൂമൻ മൈൻഡിന് മാത്രമേ ആ ഭാഷയുടെ കോംപ്ലിക്കേഷൻസ് അറിയത്തുള്ളൂ, അതിൻ്റെ കൊണോട്ടേഷൻസ് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യാൻ ഒരു ഹ്യൂമൻ ബ്രെയിനിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നുവരെ 2006, കൃത്യമായി പറഞ്ഞാൽ 2006 വരെ. 2006 ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മലയാളത്തിൽ ഞാനൊരു ചെറിയ പാരഗ്രാഫ് എഴുതി. ഞാനത് കോപ്പി ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൻ്റെ സോഴ്സ് ലാംഗ്വേജിൽ അത് ഇട്ട് കൊടുത്തിട്ട് ടാർഗറ്റ് ലാംഗ്വേജ് ഹിന്ദി ആവട്ടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആവട്ടെ, ഏത് ടാർഗറ്റ് ലാംഗ്വേജ് ഞാൻ സെലക്ട് ചെയ്താലും സെക്കൻഡ് കൊണ്ട് തന്നെ എൻ്റെ മലയാളം അത് നേരെ ആ ഭാഷയിലേക്ക് മാറുകയാണ്. സോ സംതിങ് ദാറ്റ് വി തോട്ട് ഓൺലി എ ഹ്യൂമൻ മൈൻഡ് ക്യാൻ പ്രോസസ്, അതിപ്പോൾ ഒരു സിസ്റ്റത്തിന്, ഒരു പ്രോഗ്രാമിന്, സോഫ്റ്റ്വെയറിന് സാധിച്ചിരിക്കുകയാണ്. വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ. എന്നാൽ അത് AI ആണെന്ന് ചോദിച്ചാൽ അത് AI അല്ല. അതൊരു AIയുടെ ഒരു വളരെ പ്രാഥമികമായ, വളരെ റുഡിമെൻ്ററി ആയിട്ടുള്ള ഒരു ഫോമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ AI എങ്ങനെയാണ് വരിക? അത് LLM, ലാർജ് ലാംഗ്വേജ് മോഡൽ പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ ജനറേറ്റീവ് AIയുടെ വരവോടുകൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഇത്ര വിശാലമായ ഒരു AI റെവല്യൂഷൻ ലോകത്തിലുണ്ടായത് കൃത്യമായി പറഞ്ഞാൽ 2022 നവംബറിൽ കാലിഫോർണിയയിലെ ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി കൊണ്ടുവന്ന ChatGPT എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെയാണ്.
അതായത് ചാറ്റ് ജനറേറ്റീവ് പ്രീ ട്രെയിൻ ട്രാൻസ്ഫോമർ. ചാറ്റ് GPT കൊണ്ടുവന്ന വിപ്ലവം എന്താണ്? ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയറിൻ്റെ ഒരു കവിത, ആ കവിത ഞാൻ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇട്ടിട്ട് അവനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് അതിൻ്റെ മലയാളത്തിലേക്ക് എൻ്റെ തർജ്ജമ തരും. അത് മാത്രമേ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്നാൽ എന്താണ് ചാറ്റ് GPT കൊണ്ടുവന്ന വിപ്ലവം? ഞാൻ ആ ഷേക്സ്പിയറിൻ്റെ കവിത, ഒരു സോണറ്റ്, അതിട്ടിട്ട് സമാനമായ മറ്റൊരു കവിത എഴുതൂ, ഇന്നത്തെ ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ എഴുതൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ കവിതയെ ഇന്നത്തെ കേരള കോണ്ടെക്സ്റ്റിലേക്ക് മാറ്റിയിട്ട് എഴുതൂ എന്ന് പറഞ്ഞാൽ, ഷേക്സ്പിയർ എഴുതുന്ന അതേ ഭാഷയിൽ തന്നെ ഒരു പുതിയ കവിത ഇന്നത്തെ കോണ്ടെക്സ്റ്റിലേക്ക് എഴുതാൻ സാധിക്കുന്നു. അതായത് ഈവൻ നമ്മളത് നോക്കുമ്പോൾ ഇത് ഷേക്സ്പിയർ എഴുതിയതാണോ എന്ന് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മനുഷ്യൻ എഴുതിയതാണോ AI എഴുതിയതാണോ എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ ഒരു ഷേക്സ്പിയർ പണ്ഡിതന് പോലും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടൊരു പുതിയ കവിത ഷേക്സ്പിയറിൻ്റെ ഭാഷയിലോ എലിയട്ടിൻ്റെ ഭാഷയിലോ ഷെല്ലിയുടെയോ കീറ്റ്സിൻ്റെ ഭാഷയിലോ കുമാരനാശാൻ്റെയോ വയലാറിൻ്റെയോ ഒക്കെ ഭാഷയിലോ നമുക്ക് എഴുതി തരാൻ സാധിക്കുന്ന രീതിയിലേക്ക് ജനറേറ്റീവ് AI വന്നു എന്നുള്ളതാണ്. ഇത് മനുഷ്യനാണോ പ്രോഗ്രാം ചെയ്യുന്നത്? കാരണം ഈ ഒരു ജനറേറ്റീവ് AI എന്ന് പറയുന്നുണ്ട്, അപ്പൊ അവിടെ ഒരു ഭാഷ വരുന്നുണ്ടല്ലോ. അതെ. അപ്പൊ ആ ഭാഷയുടെ ഉറവിടം എവിടെ? ഓക്കെ, അതെവിടെയാണ്? സത്യത്തിൽ ഇതിൻ്റെ എല്ലാം ഉറവിടം, അടിസ്ഥാനം എന്ന് പറയുന്നത് ഭാഷയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ അകത്ത് രണ്ട് ഭാഷയാണ് ഉപയോഗിക്കുന്നത് മെയിനായിട്ട്. കാരണം രണ്ട് ഭാഷയാണ് എൻ്റെ മൈൻഡിലുള്ള ലാംഗ്വേജ് സ്കില്ലിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഒന്ന് എൻ്റെ മാതൃഭാഷ മലയാളം, അതെൻ്റെ ഞാൻ ചിന്തിക്കുന്നത് മലയാളത്തിലാണ്. രണ്ട്, എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ്. അപ്പോൾ ഇത് രണ്ടും ഞാൻ പറയുന്ന ഇടയ്ക്ക് രണ്ടും വരുന്നുണ്ട്. എന്നാൽ ഇത് ഞാൻ ഡെലിബറേറ്റായിട്ട് പറയുന്നതല്ല. ഞാൻ ഇന്നുവരെ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, പഠിച്ചിട്ടുള്ള ഈ രണ്ട് ഭാഷയിലുള്ള വാക്കുകളെല്ലാം എൻ്റെ ന്യൂറോൺസിൽ എവിടെയോ, ഭാഷ ഇരിക്കുന്ന ആ ഒരു മേഖലയിൽ എവിടെയോ അത് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് ഇതെല്ലാം കൂടി സമ്മേളിച്ച് മിക്സ് ചെയ്ത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞതുപോലെ ഫോർ എക്സാമ്പിൾ ഷേക്സ്പിയർ ഇന്ന് വരെ എഴുതിയിട്ടുള്ള മുഴുവൻ കവിതകൾ, ഷേക്സ്പിയർ ഷേക്സ്പിയറിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതുമായ മുഴുവൻ ഡാറ്റയും അത് ഇതിനകത്ത് നമ്മൾ അതിൻ്റെ അകത്തൊരു ഡാറ്റ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൂഗിളിന് എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ? ഈ ചാറ്റ് GPT വരുന്നതിന് മുന്നേ നമ്മളൊക്കെ ഗൂഗിളേഴ്സ് ആയിരുന്നു. നമുക്കൊരു അറിവ് കിട്ടണമെങ്കിൽ, ഷേക്സ്പിയറിനെ കുറിച്ച് നമുക്കൊരു ആർട്ടിക്കിൾ എഴുതണമെങ്കിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, നമുക്ക് അതിനുള്ള ലിങ്കുകൾ എടുത്തു വരുന്നു, നമ്മളത് നോക്കിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് ഉണ്ടായ വിപ്ലവം? AI കൊണ്ടുവന്ന വിപ്ലവം എന്ന് പറയുന്നത് നമുക്ക് കേവലം ലിങ്കുകളല്ല തരുന്നത്. അതായത് നമുക്കൊരു പുതിയ ആർട്ടിക്കിൾ എഴുതി തരുന്നു. ഇത് സാധിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ നമ്മുടെ മൈൻഡിൽ നടക്കുന്ന ഈ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ മിമിക്ക് ചെയ്തുകൊണ്ട് ഷേക്സ്പിയറിനെ കുറിച്ചുള്ളതും ഷേക്സ്പിയർ എഴുതിയതുമായ മുഴുവൻ കാര്യങ്ങളുടെ അകത്തു നിന്നും ഡാറ്റ എടുത്തിട്ട് അതിനെ ഫാസ്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് പുതിയ ഒരു ആർട്ടിക്കിളോ പുതിയൊരു കവിതയോ എഴുതി തരാൻ വേണ്ടി ഹ്യൂമൻ ലാംഗ്വേജ് മോഡലിനെ, മൈൻഡിൽ നമ്മൾ നടക്കുന്ന ആ മോഡലിനെ മിമിക്ക് ചെയ്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. എങ്കിൽ തന്നെ ഒരു കാര്യം അറിയണം, നമ്മൾ ഇട്ടുകൊടുത്ത ആ ഡാറ്റ, അതിലുള്ള അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റേനെ മുഴുവൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ് അതിനകത്തൊരു പരിമിതി. അതേ സമയത്ത് മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് മറ്റു കുറേ കാര്യങ്ങളോട് ബേസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും, എമ്പതറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഇമോഷൻസിൻ്റെ പ്രാധാന്യം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ട്രാൻസ്ലേഷൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കോളറിഡ്ജിൻ്റെ ഒരു മനോഹരമായൊരു കവിതയാണ് ദ റൈം ഓഫ് ദ ആൻഷ്യന്റ് മാൻ. അതിനകത്തൊരു വാക്കുണ്ട്, വാട്ടർ എവരിവെയർ, ഒരു സെൻറ്റൻസ്, വാട്ടർ എവരിവെയർ ബട്ട് നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ജെമിനിയിലേക്ക് അല്ലെങ്കിൽ ചാറ്റ് GPTയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറയും എല്ലായിടത്തും വെള്ളമുണ്ട് പക്ഷേ കുടിക്കാൻ വെള്ളമില്ല, അത്തരത്തിൽ. അല്ലെങ്കിൽ വെള്ളം ഉണ്ട് പക്ഷേ കുടിക്കാൻ വെള്ളമില്ല, അത്തരത്തിൽ. പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് കേട്ടതാണ്, ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ഒരു മലയാള പണ്ഡിതൻ, അതൊരു കവി, അദ്ദേഹം പെട്ടെന്ന് തന്നെ അതിനെ മനോഹരമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ്: വെള്ളം സർവത്ര, തുള്ളി കുടിക്കാൻ ഇല്ലത്ര. വെള്ളം സർവത്ര, തുള്ളി കുടിക്കാൻ ഇല്ലത്ര. അപ്പോൾ അത് ക്രിയേറ്റിവിറ്റിയാണ്. അത് മാത്രമല്ല അതിൻ്റെ റൈം സ്കീം, അതിൻ്റെ ക്രിയേറ്റിവിറ്റി, മലയാള ഭാഷയുടെ ആ ഒരു മാധുര്യം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു ഇമോഷണൽ, ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സോളുള്ള ഒരു ഭാഷയിലാണ് അത് വന്നേക്കണേ. അപ്പോൾ ഞാനിതൊന്ന് അറിയാൻ വേണ്ടി വെറുതെ ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷ് കവിതയിലെ വാക്കുകൾ എടുത്തിട്ട് ജെമിനിയിലും ചാറ്റ് GPT എല്ലാം ഇട്ട് കൊടുത്ത് നോക്കി. എന്നിട്ട് ഇവനെ പല രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേറൊന്നു പറഞ്ഞു. പക്ഷേ ഇത്ര മനോഹരമായിട്ടൊന്നും അവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ട്രാൻസ്ലേഷൻ്റെ ഉദാഹരണം പറഞ്ഞാൽ, മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, കീറ്റ്സ് ഓട്ട് ടു നൈറ്റിംഗേൾ എന്ന് പറയുന്നൊരു കവിത എഴുതുകയാണ്.
അപ്പോൾ ഈ കവിത എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്ന എന്താണ്? അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കുറേ പേഴ്സണൽ സഫറിങ്സ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബ്രദർ മരിച്ചു പോകുന്നു, അദ്ദേഹത്തിന് ട്യൂബർക്കുലോസിസ് ആണ്, അദ്ദേഹത്തിൻ്റെ കാമുകി അദ്ദേഹത്തെ ഉപേക്ഷിക്കുന്നു, അദ്ദേഹം ഒത്തിരി ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ കൂടെ കടന്നു പോകുന്ന ഈ വ്യഥകളെല്ലാം ചേർത്തിട്ടാണ് അദ്ദേഹം എന്താണ് ഒരു നൈറ്റിംഗേലിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ അത് വെച്ചുകൊണ്ട് ഒരു കവിത എഴുതുന്നത്. ഓക്കെ, പക്ഷേ ഞാനൊരു നൈറ്റിംഗേലിൻ്റെ പടം കൊടുത്തിട്ട് ചാറ്റ്ജിപിറ്റിയോടോ ജെമിനിയോടോ അല്ലെങ്കിൽ പെർപ്ലക്സിറ്റിയോടോ ആരോടെങ്കിലും ഒരു കവിത എഴുതൂ, ഇനി കോണ്ടെക്സ്റ്റ് കൂടി പറഞ്ഞു കൊടുത്താൽ പോലും അതിനെ കീറ്റ്സ് എഴുതിയ ആ ഒരു കവിതയോട് കടപിടിക്കാൻ പറ്റത്തില്ല. കാരണം അതിനകത്തൊരു ആത്മാവുണ്ട്. അത് എന്താ പറയുക, അത് മനുഷ്യൻ്റെ ആവിഷ്കാരത്തിൽ നിന്ന് വന്നതാണ്. അതിനൊരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതിനകത്തൊരു ഇമോഷനുണ്ട്. അതൊരിക്കലും പറ്റത്തില്ല. പക്ഷേ ഈ സമാനമായ മറ്റൊരു കവിത എഴുതുമെന്ന് പറഞ്ഞാൽ ഇതിനെ മിമിക് ചെയ്യാൻ വേണ്ടി ഒരു പക്ഷേ പറ്റിയെന്ന് വരും. ഈ മാപ്പിൻ്റെ ഒക്കെ കാര്യത്തിലോ, ഗൂഗിൾ മാപ്പ് ആ ഇപ്പം എ ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ പലപ്പോഴും അവിടെ നമ്മൾ തെറ്റിക്കപ്പെട്ടിട്ടില്ലേ? ഇപ്പം ഒരു വീട്ടിലെത്തേണ്ട സാധനം വണ്ടി ചിലപ്പം ഒരു തോട്ടിലോ പുഴയിലോ അവിടെ ഞാൻ അതാണ് മനുഷ്യൻ്റെ ബുദ്ധിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഇൻറ്റ്യൂറ്റീവ്നെസ് കൂടെ ഉണ്ട്. മനുഷ്യൻ ഇൻറ്റ്യൂഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ പറയുകയാണെങ്കിൽ ഈ വഴി പോവുക. പക്ഷേ ഈ ഒരു ഹ്യൂമൻ ഡ്രൈവർക്ക് അറിയാം ഇപ്പോൾ അവിടെ സ്കൂൾ വിടുന്ന നേരമാണ്, അതിലേ പോകരുത്. അപ്പോൾ നമുക്ക് ആ ഒരു അറിവ് ഒരു പക്ഷേ എക്ക് ഉണ്ടാവില്ല. അല്ലെങ്കിൽ എൻ്റെ കാർ ഏതാണ്, ഞാൻ ഉപയോഗിക്കുന്ന ഒരു പക്ഷേ ഒരു മാരുതി ഓൾട്ടോ ആയിരിക്കും, അതിനകത്ത് അടി പെട്ടെന്ന് തട്ടും, അത് എക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്നോട് ഏറ്റവും ഷോർട്ട് കട്ട് എടുത്തിട്ട് എന്നോട് പറയാണ് ഇതിലേ പോവുക. അപ്പോൾ ഒരു പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന കാറ് എങ്ങനെയുള്ള കാറാണെന്നുള്ളത്, എൻ്റെ കാറ്, ആ റോഡിൻ്റെ അവസ്ഥ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ നോക്കിയിട്ട് ഒരു ഹ്യൂമൻ ഡ്രൈവറിന് തിരഞ്ഞെടുക്കാവുന്ന വഴി ഏതാണെന്നുള്ള ഇൻറ്റ്യൂഷൻ അതൊരിക്കലും എക്ക് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ മാപ്പ് പ്രോസസ്സ് ചെയ്ത് അതിൽ ഷോർട്ട് കട്ട് ഏതാണ് എന്ന് പറഞ്ഞു തരുന്നതല്ലാതെ അവിടെയുള്ള കോണ്ടെക്സ്റ്റ് എന്താണ്, സിറ്റുവേഷൻസ് എന്താണ് എന്നൊരിക്കലും പറഞ്ഞു തരത്തില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഡ്രൈവർലെസ് ആയിട്ടുള്ള ഒരു കാറ്, ഡ്രൈവർ ഇല്ലാത്തൊരു കാറ്, ആ കാറിൻ്റെ കാര്യം എടുക്കുക. ഈ കാർ ഇങ്ങനെ അവിടെ ഇങ്ങനെ റോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും 30 കിലോമീറ്റർ 50 കിലോമീറ്റർ സ്പീഡ്. അപ്പോൾ ആ സ്പീഡ് അത് റീഡ് ചെയ്തിട്ട് ആ സ്പീഡിൽ കൃത്യമായിട്ട് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു എമർജൻസി സിറ്റുവേഷൻ, ഒരു ആംബുലൻസ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് സെയിം റോഡ് കൂടെ വരുന്നു കരുതുക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ വരുന്നത് ഒരു ആംബുലൻസ് ആണ്. അതിന് നമ്മൾ ട്രാഫിക് നിയമം ലംഘിച്ചുകൊണ്ട് പോലും നമ്മൾ റോഡിൽ നിന്ന് ഈ ട്രാക്കിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഒതുക്കി കൊടുക്കണം എന്നൊക്കെയുള്ള അറിവ് ഒരു പക്ഷേ പെട്ടെന്ന് ആ ഒരു എത്തിക്കലായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്ത് അവിടുന്ന് മാറാനും ഒതുങ്ങാനും ഉള്ള ആ ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ആ ഒരു കഴിവ് ഒരു പക്ഷേ ആർക്കുണ്ടാവില്ല, എക്ക് ഉണ്ടാവില്ല. അല്ല, അങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ ആംബുലൻസ് ആണ് എന്ന് കണ്ടറിഞ്ഞ് അതിനെ ഒതുക്കണം, അത്രത്തേക്ക് നമ്മൾ ആയിട്ടില്ല. എങ്കിലും ഞാൻ പറഞ്ഞത് അല്ല, ഇന്ത്യയിൽ വരാൻ ഒത്തിരി കാലങ്ങൾ എടുക്കും. പക്ഷേ ടെസ്ലയൊക്കെ അമേരിക്കയിലൊക്കെ അത് ഉള്ള സാധ്യതകൾ എത്തിക്കലായിട്ടുള്ള വളരെ ക്ലാസിക്കൽ ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് ഞാൻ ഒരു കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ മുന്നിലൊരു 5 വയസ്സുകാരൊരു കുട്ടി പെട്ടെന്ന് നിൽക്കുന്നു, പെട്ടെന്ന് ഇപ്പുറത്തെ വശത്ത് ഒരു വൃദ്ധൻ നിൽക്കുന്നു. അപ്പം ഇതിൽ ആരിൽ ഒരാൾ ഹിറ്റ് ചെയ്തേ മതിയാവും. സിറ്റുവേഷൻ വന്നാൽ ഇതിനകത്ത് ആരെ ഹിറ്റ് ചെയ്യും? അല്ലെങ്കിൽ എൻ്റെ മകൻ നിൽക്കുന്നു, വേറൊരാൾ നിൽക്കുന്നു, ഞാൻ ആരെ ഹിറ്റ് ചെയ്യും? ഇത്തരത്തിലുള്ള ചില എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്തരത്തിൽ എത്തിക്കൽ ക്വസ്റ്റ്യൻസിൽ ഒരു ഹ്യൂമൻ ഡ്രൈവർക്ക് മാത്രമാണ് ഇതിനകത്തൊരു എന്താ പറയുക, ഇമോഷൻ, എംപതി, എത്തിക്കൽ ഡിസിഷൻസ് എന്നൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനുഷ്യൻ്റെ ബ്രെയിനിന് മാത്രമുള്ള ഒരു കപ്പാസിറ്റിയാണ്. മനുഷ്യൻ്റെ ബ്രെയിനും ഹൃദയവുമായിട്ടുള്ള ഒരു കണക്ഷനിൽ നിന്ന്, ആത്മാവുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് കാരണം മനുഷ്യൻ്റെ തീരുമാനങ്ങളെല്ലാം ബ്രെയിൻ മാത്രമല്ല എടുക്കുക, അല്ലേ? വേറെ ഉദാഹരണം, സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബാങ്കിങ് മേഖലയിൽ ഉദാഹരണം പറഞ്ഞാൽ, ബാങ്കിലേക്ക് വരുന്ന ലോൺ ആപ്ലിക്കേഷൻസ് മുഴുവൻ അത് ആ ഡാറ്റ അനലൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഇതിൽ ആർക്ക് ലോൺ കൊടുക്കണം, ലോൺ കൊടുക്കരുത് എന്ന് നിശ്ചയിക്കാൻ വേണ്ടി നമ്മളൊരു AI പ്രോഗ്രാം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്കിങ് സെക്ടറിൽ നമുക്ക് കുറേ പേരെ പിരിച്ചുവിടാം. കാരണം ഇത് മുഴുവൻ വായിച്ച് നോക്കിയിട്ട് വേണ്ടി ഹ്യൂമൻ മൈൻഡ് ആവശ്യമില്ല, AI പ്രോസസ്സ് ചെയ്ത് തരിക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സിബിൽ സ്കോർ വളരെ കുറവുള്ള ഒരാളുടെ ഒരു ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നു. AI അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു, കാരണം അതെടുത്ത ബാങ്കിന് റിസ്ക് ആണ്. പക്ഷേ ഒരു മാനേജറാണ് അത് നോക്കിയിരുന്നെങ്കിൽ, ഒരു ഹ്യൂമനാണ് നോക്കിയിരുന്നെങ്കിൽ, അയാൾ നോക്കുമ്പോൾ ഒരു പക്ഷേ അത് അയാൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചൊരു മാഷിൻ്റെ, അയാൾ LP സ്കൂളിൽ അയാളെ പഠിപ്പിച്ച, ഇന്ന് അയാൾ ആ ബാങ്ക് മാനേജർ ആകാൻ വേണ്ടി കാരണമായ, അത്തരത്തിൽ മോട്ടിവേറ്റ് ചെയ്ത ഒരു ആളിൻ്റെ ഒരു അപേക്ഷയാണ്. അപ്പോൾ തന്നെ അത് സിബിൽ സ്കോർ കുറവാണെങ്കിൽ കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം അപേക്ഷനെ അംഗീകരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഇമോഷണലായിട്ടുള്ള ഒരു കാര്യങ്ങൾ, എത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ പ്രോസസ്സ് ചെയ്യാൻ എക്ക് പറ്റത്തില്ല. അത് ഹ്യൂമൻ മൈൻഡിനാണ് പറ്റത്തുള്ളൂ. വേറൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു 2 ഫുഡിൻ്റെ പടങ്ങൾ കാണിക്കുകയാണ്. ഒന്ന് വളരെ റിച്ച് ആയിട്ടുള്ള, ഒത്തിരി വൈറ്റമിൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ്, മറ്റൊന്ന് വെറും ഒരു കഞ്ഞിയും ചമ്മന്തിയും പയറും. അപ്പോൾ ഞാൻ രണ്ടിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇതിലേതാണ് ഞാനിപ്പോൾ കഴിക്കുന്നത് നല്ലത്? അപ്പോൾ അത് പ്രോസസ്സ് നോക്കിയിട്ട് പറയും, ഇതിൽ വൈറ്റമിൻ ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതും ഈ ഫുഡാണെന്ന് റെക്കമെൻഡ് ചെയ്ത് എന്നോട് അത് കഴിക്കുമെന്ന് പറയാണ്.
പക്ഷേ ആക്ച്വലി മറ്റേത് എൻ്റെ അമ്മ ഉണ്ടാക്കിയ ഫുഡാണ്. അപ്പോൾ എൻ്റെ അമ്മ ഉണ്ടാക്കിയ ചമ്മന്തിയോടും കഞ്ഞിയോടും എനിക്കുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് എയ്ക്ക് മനസ്സിലാകണമെന്നില്ല. ക്ലിയർ ആണോ? അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഹ്യൂമൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെ സ്വാധീനിക്കുന്ന കുറേ കാര്യങ്ങൾ കേവലം ഡാറ്റ മാത്രം പ്രോസസ്സ് ചെയ്ത് ഉത്തരങ്ങൾ പറയുന്ന എഐക്ക് പറ്റത്തില്ല. അപ്പോൾ നമുക്കങ്ങനെ എ ഐ സ്മാർട്ടറാന്ന് പറയാം മനുഷ്യനേക്കാളും ഒരു രീതിയിൽ. എംപത്തറ്റിക് അല്ല സിമ്പത്തറ്റിക് അല്ല എന്നുള്ള ആ ഒരു ഇമോഷണൽ കണ്ടന്റുകളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും എ ഐ സ്മാർട്ടറാന്ന് പറയാൻ പറ്റത്തില്ല, മനുഷ്യനേക്കാളും ക്ലെവർ ആണെന്ന്. എ ഐ മനുഷ്യനേക്കാൾ സ്മാർട്ടറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ദീപയോട് ചോദിക്കുകയാണ്, 248 × 248 എത്രയാണ്? പെട്ടെന്ന് പറ്റത്തില്ല അല്ലേ? പറ്റത്തില്ല. അപ്പോൾ എന്നാൽ അത് നമ്മളൊരു മെഷീനോട് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ പറയും, എത്ര വലിയ ഡാറ്റയും. അപ്പം അതുകൊണ്ട് ദീപ സ്മാർട്ട് അല്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. മറ്റ് കുറേ കാര്യങ്ങളിൽ, ഇത്തരത്തിലുള്ള അനലറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ, മാത്തമാറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ, ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ മൈൻഡിൽ നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും. പക്ഷേ നമ്മൾ സ്മാർട്ടാണ്. പക്ഷേ ഈ എ ഐനെ ഈ ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചതാരാണ്? അത് ദീപയെ പോലെ തന്നെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരാണ്. അപ്പോൾ അതുകൊണ്ട് എ ഐയെ സ്മാർട്ടാക്കുന്നത് ആരാണ്? മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എ ഐ സ്മാർട്ടാണെന്നല്ല പറയേണ്ടത്, എ ഐയെ സ്മാർട്ടാക്കിയ മനുഷ്യരുടെ സ്മാർട്ട്നെസ്സിനാണ് നമ്മൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ എ ഐ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്കും മനുഷ്യമഹത്വം കുറേയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എ ഐ ദൈവം മനുഷ്യന് തന്ന ബുദ്ധി എന്ന് പറയുന്ന വലിയൊരു സിദ്ധിയെ മനുഷ്യൻ അതിനെ ഇന്ന് ഇത്ര വലിയൊരു കാര്യത്തെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി മനുഷ്യബുദ്ധിയോട് തുലനം ചെയ്യുന്ന അതിനെ കടപിടിക്കുന്ന ഒരു പ്രോഗ്രാമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ഏറ്റവും മഹത്തര സൃഷ്ടിയായ മനുഷ്യന് സാധിച്ചു എന്നുള്ളതിൽ ഇൻ എ വേ ഗോഡ് ഈസ് ഗ്ലോറിഫൈഡ്. മനുഷ്യന് ഇത് സാധിക്കുന്നല്ലോ എന്നതിൽ എനിക്ക് തോന്നുന്നു ദൈവത്തിന് അതിനെക്കുറിച്ച് ആശങ്കയേക്കാൾ കൂടുതൽ ദൈവം അഭിമാനിക്കുകയാണ്. നമ്മുടെ ബുദ്ധിയെ നമ്മൾ അത്രയും ക്രിയേറ്റീവായി ഉപയോഗിക്കാൻ മനുഷ്യന് പറ്റിയല്ലോ എന്നതിൻ്റെ അകത്ത്. അതുകൊണ്ട് അതിനെ ഞാനീ പറഞ്ഞതുപോലെ എ ഐ സ്മാർട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലുള്ള ആളുകൾ ഉപയോഗിക്കേണ്ടതുണ്ട്, ഉപയോഗിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ അറിയില്ല. ഉപയോഗിച്ച് പഠിക്കണം, അതിനുള്ള സാധ്യതകളും തെളിച്ചു കൊടുക്കണം. അതൊരു പോയിന്റാണ് അവിടെ. എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്, ഇപ്പം നമ്മളിപ്പം എ ഐ നമുക്ക് യൂസ് ചെയ്യാം, ഗ്ലോറിഫൈ ചെയ്യാവുന്നതൊന്നാണെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ ഈ സഭ എ ഐ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ ഒരു വിശ്വാസ പഠനങ്ങൾക്ക് എ ഐ ഉപകരിക്കും, അല്ലെ വിശ്വാസികൾക്ക് എ ഐ ഉപകരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഈ ഒരു സഭ എ ഐ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്. എന്താണ് അതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ, ഞാൻ അതിനെക്കുറിച്ച് ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഫ്രാൻസിസ് മാർപ്പാപ്പനെ ശരിക്കും ആ കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. 2020 തന്നെ റോബോട്ടിക്സിൻ്റെ ഒരു കാലം വന്നു തുടങ്ങിയപ്പോൾ തന്നെ മാർപ്പാപ്പ ഇതിനെ വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും 2020 തന്നെ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് ഈ റോബോട്ടിക്സും എയും ഇന്ന് വളരെയധികം ആളുകൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അതിപ്രസരം വരാൻ പോകുന്ന കാലമാണ് എന്ന് സൂചിപ്പിക്കുകയും അതിലുണ്ടാവേണ്ട എത്തിക്കലായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ കൃത്യമായി നിരീക്ഷണങ്ങൾ 2020 തന്നെ നൽകിയിട്ടുണ്ട്, ChatGPT വരുന്നതിന് മുന്നേ തന്നെ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കാനിടയായി അതിൻ്റെ ചരിത്രം നോക്കിയപ്പോൾ. വീണ്ടും 2024 ഫ്രാൻസിസ് മാർപ്പാപ്പ 3-4 ഘട്ടങ്ങളിലായി അദ്ദേഹത്തിൻ്റെ പ്രബോധന എഴുത്തുകളിലൂടെയും അതല്ലാതെ തന്നെ നടത്തിയിട്ടുള്ള വത്തിക്കാനിൽ നടത്തിയിട്ടുള്ള ചില AI സമ്മിറ്റുകളിലൂടെയും എല്ലാം ഇതിനെക്കുറിച്ച് തുല്യത ഉറപ്പാക്കണം. അദ്ദേഹം പറഞ്ഞത് ഇത് ഇൻക്ലൂസീവ് ആയിരിക്കണം. അതായത് സമൂഹത്തിൽ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് മാത്രം അത് കിട്ടുകയും സമൂഹത്തിൽ വേറെ കുറേ ഒട്ടും ടെക്കിയല്ലാത്ത കുറേ ആളുകൾക്ക് നിഷേധിക്കപ്പെടുകയും അങ്ങനെ സമൂഹത്തിൽ ഒരു തുല്യതയില്ലാതെ വരികയും ചെയ്യാൻ പാടില്ല, ഇൻക്ലൂസീവ് ആയിരിക്കണം എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പ്രചരിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട്. അത് നമ്മൾ വളരെ ഡേഞ്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ അത് അത്തരത്തിലുള്ള എത്തിക്കൽ കൺസേൺസ് ഉണ്ട് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ധാർമ്മികത വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സഭ എക്കാലത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സഭ ഇതിനെക്കുറിച്ച് എന്തുമാത്രം കരുതലുള്ള ആളാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ പുതിയ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ പേര് സ്വീകരിച്ചത് തന്നെ. അപ്പോൾ അദ്ദേഹം മാർപ്പാപ്പയായിട്ട് വത്തിക്കാൻ്റെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അദ്ദേഹത്തിൻ്റെ നയങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി അവിടെ തടിച്ചുകൂട്ടുന്ന ആൾക്കാർക്ക് മുന്നിൽ വന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അദ്ദേഹത്തിൻ്റെ പുതിയ പേര് ലിയോ 14 മാർപ്പാപ്പ എന്നാണ്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് സ്വീകരിച്ചത് എന്ന് തുടർന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു, ലിയോ 13 മാർപ്പാപ്പ
ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു വലിയ റെവല്യൂഷൻ്റെ കാലത്ത്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലത്ത് റെറിൻ നൊവാരും എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം എഴുതിക്കൊണ്ട് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിൽ സഭ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, സഭയുടെ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ ശക്തമായ ഒരു ഇടപെടൽ നടത്തി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു പുതിയ റെവല്യൂഷൻ, അതായത് AI റെവല്യൂഷന് നാന്ദി കുറിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ മാർപ്പാപ്പയാകുമ്പോൾ ആ റെറിൻ നൊവാരും എഴുതിയ അത് അന്നത്തെ ഒരു റെവല്യൂഷൻ ആയിരുന്നെങ്കിൽ ഈ പുതുതലമുറയുടെ റെവല്യൂഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ ഒരു പേര് ലിയോ 14 എന്ന പേര് സ്വീകരിക്കുന്നു എന്ന് മാർപ്പാപ്പ പറഞ്ഞത് തന്നെ കത്തോലിക്ക സഭ എന്തുമാത്രം പ്രാധാന്യത്തോടെ ഈ AI വരവിനെയും AI ഇൻഫ്ലുവൻസുകളെയും നോക്കിക്കാണുന്നുള്ളതിൻ്റെ വലിയ തെളിവാണ്. വീണ്ടും അദ്ദേഹം ഈ അടുത്ത നാളുകൾ പോലും അദ്ദേഹം AI-യെക്കുറിച്ചും അതിന് എന്തുമാത്രം ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലെറ്റേഴ്സിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് സഭ അതിനെ വളരെ ശ്രദ്ധിക്കുകയും നിരീക്ഷിക്കുകയും ഒരു വശത്ത് അതിൻ്റെ നന്മകളെ എഡ്യൂക്കേഷണലായിട്ടും മെഡിക്കൽ രംഗത്തുള്ള നന്മകളെ കാണുമ്പോൾ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സഭ മുന്നറിയിപ്പുകൾ നൽകുന്നുമുണ്ട്.